ഐതിഹ്യമാണ്. അധ്യായം 57. പാക്കിൽ ശാസ്താവ്. പാക്കിൽ ശാസ്താവിൻ്റെ ക്ഷേത്രം തിരുവിതാംകൂറിൽ കോട്ടയം താലൂക്കിൽ നാട്ടകം പകുതിയിലാണ്. ഈ ക്ഷേത്രം പണ്ട് ഏറ്റവും പ്രസിദ്ധവും പ്രാധാന്യവുമുള്ളതായിരുന്നു. ഇതിന് പുരാതനത്വവും ഒട്ടും കുറവില്ല. ശ്രീ പരശുരാമൻ കേരളത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് കിഴക്ക് മനകളിലും പടിഞ്ഞാറ് സമുദ്ര തീരങ്ങളിലുമായുള്ള പല സ്ഥലങ്ങളിൽ ശാസ്താവിനെ പ്രതിഷ്ഠിച്ചുണ്ടെന്നുള്ളത് പ്രസിദ്ധമാണല്ലോ. പാക്കിൽ ശാസ്താവ് ആ കൂട്ടത്തിലുള്ളതായതായി വിചാരിക്കാം. എന്നാൽ സ്വല്പം ഭേദമൊന്നുമില്ല. ഒരിക്കൽ ബ്രഹ്മാവ് തന്റെ ഹോമകുണ്ഡത്തിൽ നിന്ന് ഉദ്ഭൂതമായ ഒരു ശാസ്ത്ര വിഗ്രഹം അഗ്നിദേവന്റെ കയ്യിൽ കൊടുത്ത്, ഇത് പരശുരാമന്റെ കയ്യിൽ കൊടുത്തത് ഇതിനെ യഥോചിതം എവിടെയെങ്കിലും ഒരു നല്ല സ്ഥലത്ത് പ്രതിഷ്ഠിക്കുവാൻ പറയണം എന്ന് പറഞ്ഞയച്ചു. അഗ്നി ഭഗവാൻ അപ്രകാരം ചെയ്യുകയാൽ പരശുരാമൻ ആ വിഗ്രഹവും കൊണ്ട് പുറപ്പെട്ട് പാക്ക് എന്ന് പറഞ്ഞു വരുന്ന ആ സ്ഥലത്ത് വന്നപ്പോൾ ഈ സ്ഥലം കൊള്ളാമെന്ന് തോന്നിയാൽ ആ ബിംബം അവിടെ പ്രതിഷ്ഠിച്ചു. എങ്കിലും അത് അവിടെ ഉറയ്ക്കാതെ ഇളകി ഉദ്ഗമിച്ചുകൊണ്ടേയിരുന്നു. പല പ്രാവശ്യം പിടിച്ചിരുത്തിയിട്ടും ബിംബം അവിടെ ഇരിക്കായികയാൽ പരശുരാമൻ ഏറ്റവും വിഷണ്ണനായി തീർന്നു. ആ സമയം ദൈവഗത്യ സാക്ഷാൽ പാക്കനാരും ഭാര്യയും കൂടി അവിടെ വന്നു ചേർന്നു. പാക്കനാരെ കണ്ടപ്പോൾ പരശുരാമൻ പരമാർത്ഥമെല്ലാം പറഞ്ഞു. ഉടൻ തന്നെ പാക്കനാർ ആ ബിംബത്തിന്മേൽ പിടിച്ച് കീഴ്പോട്ട് അമർത്തിക്കൊണ്ട് ഇവിടെ ഇടുപ്പാർക്ക് എന്ന് പറഞ്ഞു. അതോടുകൂടി ബിംബം അവിടെ ഉറച്ചു. പാക്കനാർ പാർക്ക് എന്ന് പറഞ്ഞതിനാൽ ആ ദേശത്തിന് പാർക്ക് എന്ന് പേര് വന്നു. അത് കാലക്രമേണ പാക്ക് എന്നായി തീർന്നു. ഇപ്രകാരമൊക്കെയാണ് പാക്കിൽ ശാസ്താവിൻ്റെ ആഗമം. അതിനാൽ ഈ ശാസ്താവിനെ പ്രതിഷ്ഠിച്ചത് പരശുരാമനാണെന്നും പാക്കനാരാണെന്നും അഗ്നിദേവനാണെന്നും ഓരോരുത്തർ ഓരോ വിധം പറയുന്നു. പ്രതിഷ്ഠ കഴിഞ്ഞ് പരശുരാമൻ പോയതിനു ശേഷം ശാസ്താവ് ദിവ്യനായ പാക്കനാർക്ക് പ്രത്യക്ഷനായി ഭവിക്കുകയും പാക്കനാരെ ആണ്ടിൽ ഒരിക്കലെങ്കിലും ഇവിടെ കണ്ടാൽ കൊള്ളാമെന്നുണ്ട് എന്നറിളി ചെയ്യുകയും അങ്ങനെയാകാമെന്ന് പാക്കനാർ സമ്മതിക്കുകയും ചെയ്തു. പാക്കനാർ മുറം വിറ്റുകൊണ്ട് സഞ്ചരിക്കുന്ന അവസരത്തിലാണ് അവിടെ വന്നു ചേർന്നത്. അതുപോലെ പാക്കനാർ പിന്നെയും ആണ്ടുതോറും കർക്കിടക സംക്രാന്തിയിൽ അവിടെ ചെന്നു ചേർന്നു. പാക്കനാരുടെ മുറക്കച്ചവടം പ്രസിദ്ധമാണല്ലോ. പാക്കനാർ പതിവായി കർക്കിടക സംക്രാന്തി നാൾ പാക്കിൽ ചെന്നിരുന്നതിൻ്റെ സ്മാരകമായി ഇപ്പോഴും അവിടെ കർക്കിടക സംക്രാന്തി തോറും ജനങ്ങൾ കൂടി ഒരു കച്ചവടം നടത്തി വരുന്നുണ്ട്. അതിന് സംക്രാന്തി വാണിഭം എന്നാണ് പേര് പറഞ്ഞത്. ആ ദിവസം അവിടെ പല ജാതിക്കാരായി അസംഖ്യം ആളുകൾ വന്നു ചേരുന്നുണ്ട്. അവിടെ കച്ചവടത്തിനും മറ്റുമായി അനേകം സാമാനങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ വരുന്നവരിൽ അധികം പേരും പറയരും പുലയരും സാമാനങ്ങളിൽ അധികം കുട്ട മുറം മുതലായവയായിരിക്കും. പ്രതിഷ്ഠാനന്തരം പരശുരാമൻ തദ്ദേശവാസികളായ ജനങ്ങളെ അവിടെ വരുത്തി ഈ ശാസ്താവിനെ എല്ലാവരും ദേശപരദേവതയായി ആദരിക്കുകയും ആചരിക്കുകയും ചെയ്യണമെന്ന് ഉപദേശിച്ചു. അതനുസരിച്ച് ജനങ്ങൾ കൂടി അവിടെ ഉപായത്തിൽ ഒരമ്പലം പണി കഴിപ്പിക്കുകയും സമീപസ്ഥനായ അയർക്കാട്ട് നമ്പൂരിയെ കൊണ്ട് കലശം നടത്തിക്കുകയും ചെയ്തു. ആ ദേവന് ആദ്യം നിവേദ്യം കഴിച്ചത് നാഴിയരി വെച്ച് അതിൻ്റെ മുകളിൽ ഒരു തുടവെണ്ണം വെച്ചാണ്. അതിനാൽ അങ്ങനെയുള്ള നിവേദ്യം ആ ദേവന് വളരെ പ്രാധാന്യവും പ്രിയതരവുമായി തീർന്നു. അങ്ങനെ വഴിപാടായിട്ട് ഇപ്പോഴും പലരും അവിടെ നടത്തി വരുന്നുണ്ട്. അതിന് നാഴിയരിയും വെണ്ണയും എന്നാണ് പേര് പറഞ്ഞു വരുന്നത്. ദേശക്കാർ കൂടി ഉപായത്തിൽ ആദ്യം മണി കഴിപ്പിച്ച ഈ ക്ഷേത്രത്തിന് പിന്നീട് വേണ്ടുന്ന പുഷ്ടിയൊക്കെ വരുത്തിയത് തെക്കങ്കൂർ രാജാവാണ്. ഒരു കാലത്ത് നാടുവാണിരുന്ന തെക്കങ്കൂർ രാജാവ് ആണ്ടുതോറും മകരസംക്രാന്തിക്ക് ശബരിമല ക്ഷേത്രത്തിൽ പോയി സ്വാമി ദർശനം കഴിച്ചു വന്നിരുന്നു. ആ തമ്പുരാന് പ്രായാധിക്യം കൊണ്ടുള്ള ക്ഷീണം നിമിത്തം അത് ദുഷ്കരമായി തുടങ്ങിയതിനാൽ ഒരാണ്ടിൽ അവിടെ ചെന്നിരുന്നപ്പോൾ നടയിൽ തൊഴുതു നിന്നുകൊണ്ട്, എൻ്റെ സ്വാമിയും ഇവിടെ വന്ന് ദർശനം കഴിച്ചു പോകുവാൻ ഞാൻ ശക്തനല്ലാതായി തീർന്നിരിക്കുന്നു. ഇത് മുടങ്ങിയിട്ട് ജീവിച്ചിരിക്കുക എന്നുള്ളത് എനിക്ക് പരസങ്കടമാണ്. അതിനാൽ ഇതിനെന്തെങ്കിലും നിവൃത്തി ഉണ്ടാക്കി തരണേ എന്ന് ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ചു. അന്ന് രാത്രിയിൽ തമ്പുരാൻ കിടന്നുറങ്ങിയിരുന്ന സമയം ഒരാൾ അടുക്കൽ ചെന്ന്, ഇവിടെ വന്നെന്നെ ദർശിക്കുന്നതിന് നിവൃത്തിയില്ലാത്തവർ എൻ്റെ കിഴക്കേ നടയിൽ വന്ന് എന്നെ കണ്ടാലും മതി, പാക്കിൽ പാർക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് തോന്നി. ഉണർന്ന ഉടനെ കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവിടെ എങ്ങും ആരെയും കണ്ടില്ല. അതിനാൽ ഇത് കരുണാനിധിയായ ശബരിമല ശാസ്താവ് തൻ്റെ പ്രാർത്ഥനയെ കൈക്കൊണ്ട് അരുളി ചെയ്തതാണെന്ന് തമ്പുരാൻ വിശ്വസിച്ചു. തമ്പുരാൻ ശബരിമലയിൽ നിന്ന് തിരികെ രാജധാനിയിൽ എത്തിയതിനു ശേഷം ഒട്ടും താമസിയാതെ പാക്കിൽ ശാസ്താവിൻ്റെ അമ്പലം, നാലമ്പലം, ബലിക്കൽപുര, വാതിൽമാടം മുതലായവയോടുകൂടി ഭംഗിയായി പണി കഴിപ്പിക്കുന്നതിന് കൽപ്പന കൊടുത്തു. 2-3 മാസം കൊണ്ട് അമ്പലപ്പണിയും പരിവാര പ്രതിഷ്ഠയും കലശവും നടത്തിക്കുകയും ഉത്സവം മുതലായ ആട്ടവിശേഷങ്ങൾക്ക്, മാസവിശേഷങ്ങൾക്കും നിത്യാതിദാനം മുതലായതിനും ദേവസ്വം പേരിൽ പതിച്ചു കൊടുക്കുകയും ചെയ്തു. ആകപ്പാടെ പാക്കൽ ക്ഷേത്രം ഒരു മഹാക്ഷേത്രമാക്കി തീർത്തു. ക്ഷേത്രം പണി കഴിഞ്ഞിട്ട് അന്നും കലശം നടത്തിച്ചതും അയർക്കാട്ട് നമ്പൂതിരിയെ കൊണ്ട് തന്നെയാണ്. അതിനാൽ ആ നമ്പൂതിരി ആ ക്ഷേത്രത്തിലെ തന്ത്രിയായി തീർന്നു. ഇപ്പോഴും അവിടെ തന്ത്രി അദ്ദേഹം തന്നെ.
അക്കാലം മുതൽ തെക്കൻകൂർ രാജാക്കന്മാർ പാക്കൽ ശാസ്താവിനെ അവരുടെ ഒരു പരദേവതയായി ആചരിച്ചു തുടങ്ങുകയും ചെയ്തു. അവർ അക്കാലത്ത് മാസത്തിൽ ഒരിക്കലും അവിടെയെങ്കിലും പോയി സ്വാമി ദർശനം കഴിക്കാതിരിക്കില്ല. അന്ന് രാജധാനി കോട്ടയത്ത് തളിയലായിരുന്നതിനാൽ പാക്കൽ ക്ഷേത്രത്തിലേക്ക് 4-5 നാഴികയിലധികം ദൂരമുണ്ടായിരുന്നില്ല. അതിനാൽ അങ്ങോട്ട് കൂടെ പോകുമെന്നതിന് സൗകര്യവും ഉണ്ടായിരുന്നു. പെരുമാക്കന്മാരുടെ ഭരണാനന്തരം കേരള രാജ്യം പല ഖണ്ഡങ്ങളിലായി ഭാഗിച്ച് ചില രാജാക്കന്മാരും ഇടപ്രഭുക്കന്മാരും പ്രത്യേകം ഭരിച്ചു തുടങ്ങിയപ്പോൾ അവർ തമ്മിൽ കൂടെ യുദ്ധമുണ്ടാവുക സാധാരണമായി തീർന്നു. അതിനാൽ അവർക്കെല്ലാവർക്കും പ്രത്യേകം സൈന്യങ്ങളെ ശേഖരിക്കേണ്ടത് അത്യാവശ്യവുമായി വന്നുകൂടി. തെക്കൻകൂർ രാജാവും ഇക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു ഇടപ്രഭു ആയിരുന്നതിനാൽ അദ്ദേഹത്തിന് ഒരു സൈന്യശേഖരം വേണ്ടി വന്നു. അതിനാൽ അദ്ദേഹം രാജ്യത്തുള്ള ഓരോ കരകളിലും ഓരോരുത്തരെ ആശാന്മാരായി നിയോഗിക്കുകയും അവർ ഓരോ കരകളിലും ചെന്ന് ചില സ്ഥാനമാനങ്ങളും മറ്റും കൽപ്പിച്ചു കൊടുക്കുകയും ആ ആശാന്മാർ ഓരോ കരകളിലും കളരികൾ കെട്ടി നാട്ടുകാരായ പുരുഷന്മാരെ എല്ലാം ആയോധന വിദ്യ അഭ്യസിപ്പിക്കണമെന്ന് ഏർപ്പാട് ചെയ്യുകയും അങ്ങനെ ആയോധന വിദ്യ അഭ്യസിപ്പിക്കാമെന്ന് പഠിപ്പിക്കുകയും അവർ ചെയ്യുകയും ചെയ്തു. എന്ന് മാത്രമല്ല, ഇപ്രകാരം യുദ്ധം അഭ്യസിക്കപ്പെടുന്നവർക്ക് ആണ്ടിലൊരിക്കൽ ഒരു പരീക്ഷ നടത്തണമെന്നും ആ പരീക്ഷ നടത്തുന്നത് പാക്കൽ ശാസ്താവിന്റെ സന്നിധിയിൽ വെച്ച് വേണമെന്നും നിശ്ചയിച്ചു. ആണ്ടുതോറും വിജയദശമിക്ക് വിദ്യാരംഭം കഴിഞ്ഞിട്ടുള്ള രാജാവ് ഒരു നല്ല ദിവസം നിശ്ചയിച്ച് പ്രസിദ്ധപ്പെടുത്തും. ആ ദിവസം രാജ്യത്തുള്ള സകല കരകളിൽ നിന്നും ആശാന്മാർ അവരവരുടെ ശിഷ്യന്മാരോട് കൂടി പാക്കിൽ വന്നു ചേരും. അപ്പോൾ രാജാവും അവിടെ എത്തിത്തീരും. പിന്നെ പോരാളികളായി വന്നിട്ടുള്ളവരും യഥായോഗ്യം 2 ഭാഗമായി തിരിച്ചു നടത്തും. അവർ തെക്കും വടക്കുമായി പിരിഞ്ഞാണി നിരക്കും. എല്ലാവരും സന്നദ്ധരായി നിന്ന് കഴിയുമ്പോൾ യുദ്ധം തുടങ്ങുന്നതിന് രാജാവ് കൽപ്പന കൊടുക്കും. ഉടനെ യുദ്ധം ആരംഭിക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയായിരുന്നു ഇതിന്റെ പതിവ്. ഈ പരീക്ഷാ യുദ്ധത്തിന് പാക്കിൽപ്പട എന്നാണ് പേര് പറഞ്ഞു വന്നിരുന്നത്. ഈ യുദ്ധത്തിനായി പാക്കിൽ ക്ഷേത്രത്തിന് സമീപം മതിൽക്ക് പുറത്തായിട്ട് ഏതാനും സ്ഥലം ഒഴിച്ചിട്ടിരുന്നു. ആ സ്ഥലത്തിന് പടനിലം എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. ഈ യുദ്ധത്തിൽ ജയിക്കുന്നവർക്ക് സൈന്യത്തിൽ ചില സ്ഥാനങ്ങളും ചില സമ്മാനങ്ങളും മറ്റും രാജാവ് കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. യുദ്ധത്തിൽ ജയിക്കുന്നതിന് പ്രധാനമായി സഹായിക്കുന്ന ദേവന്മാർ പേട്ടയ്ക്കൊരു മകനും ശാസ്താവുമെന്നാണല്ലോ വെച്ചിരിക്കുന്നത്. അതിനാൽ തെക്കൻകൂർ രാജാവും രാജ്യവാസികളും മാത്രമല്ല, മറ്റു ചില രാജാക്കന്മാരും കോയി തമ്പുരാക്കന്മാരും കൂടി പാക്കൽ ശാസ്താവിനെ ഒരു പരദേവതയായിട്ടാണ് ആചരിച്ചു വരുന്നത്. നാട്ടുരാജാക്കന്മാർ തമ്മിൽ യുദ്ധം ചെയ്തതു മുതൽ അതിനൊക്കെ സ്വല്പം കുറവ് വന്നു തുടങ്ങി. എങ്കിലും പള്ളം, ലക്ഷ്മി രൂപം, അനന്തപുരം, പാലേക്കര ഗ്രാമം മുതലായ കോയി തമ്പുരാക്കന്മാരുടെ കൊട്ടാരങ്ങളിലും മറ്റും കൊച്ചു തമ്പുരാക്കന്മാരുടെ അന്നപ്രശ്നം, കൊച്ചു തമ്പുരാട്ടിമാരുടെ പള്ളിക്കെട്ടും കഴിഞ്ഞാൽ പാക്കിൽ കൊണ്ടുചെന്ന് ദർശനം കഴിപ്പിച്ച് കൊണ്ടുപോവുക ഇപ്പോഴും പതിവുണ്ട്. ശബരിമല ശാസ്താവും പാക്കിൽ ശാസ്താവും ഒന്നു തന്നെയാണെന്നാണ് ജനങ്ങളുടെ വിശ്വാസം. ശബരിമലയ്ക്ക് പോകുവാൻ സാധിക്കാത്തവരും മറ്റുമായി അനേകം ജനങ്ങൾ മകരസംക്രാന്തിക്ക് പാക്കിൽ പോയി ദർശനം കഴിക്കുക ഇപ്പോഴും പതിവാണ്. പാക്കിൽ ശാസ്താവിന് മുൻകാലങ്ങളിൽ ഇപ്രകാരമെല്ലാം പ്രസിദ്ധിയും പ്രാധാന്യവും ഉണ്ടായിരുന്നുവെങ്കിലും തെക്കൻകൂർ രാജ്യം തിരുവിതാംകൂറിൽ ചേർന്നതോടും കൂടി അതിനൊക്കെ വളരെ ഭേദഗതി വന്നുപോയി. എങ്കിലും ദേവസാന്നിധ്യത്തിന് ഇപ്പോഴും അവിടെ യാതൊരു മാറ്റവും വന്നിട്ടില്ല. ആ ദേശക്കാർ ഇപ്പോഴും ആ ശാസ്താവിനെ തങ്ങളുടെ ദേശപരദേവതയായിട്ട് തന്നെ ആചരിച്ചു വരുന്നുണ്ട്. ആണ്ടുതോറുമുള്ള ഉത്സവത്തിന് സർക്കാരിൽ നിന്നും സ്വല്പം നെല്ലും പണവും പതിപ്പിച്ചിട്ടു ഉണ്ടെങ്കിലും പോരാത്തതെല്ലാം ചെലവഴിച്ച് ഉത്സവം കേമമാക്കുന്നതും അഹസ്സുകൾ നടത്തുന്നതിനും ഇപ്പോഴും ദേശക്കാർ തന്നെയാണ്. പാക്കിൽ ശാസ്താവിന്റെ മാഹാത്മ്യങ്ങൾ പറയുകയാണെങ്കിൽ വളരെയുണ്ട്. വിസ്തൃത ഭയത്താൽ അതിനായി ഇപ്പോഴും തുനിയുന്നില്ല. ഐതിഹ്യമാല അധ്യായം 57 ഇതോടുകൂടി സമാപിച്ചിരിക്കുകയാണ്. അടുത്തത് ഐതിഹ്യമാല അധ്യായം 58 കൊടുങ്ങല്ലൂർ വസൂരിമാല തുടരും.